കഴിഞ്ഞ ലോകകപ്പിൽ ബ്രസീൽ തോറ്റ മത്സരം കാണുന്നതിനിടെ സ്ട്രോക്ക് വന്ന ആരാധകനായ ഫുട്ബോൾ താരത്തെ കാണാൻ കനിവ് പാലിയേറ്റീവ് പ്രവർത്തകരെത്തി. കാക്കനാട് പാറയ്ക്കാമുകൾ കളപ്പുരയ്ക്കൽ വീട്ടിൽ KP അക്ഷയെയാണ് കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ സന്ദർശിച്ചത്. കനിവ് പാലിയേറ്റീവ് വില്ലേജ് സെക്രട്ടറി NK പ്രദീപ്, ട്രഷറർ ബഷീർ മരയ്ക്കാർ, മേഖലാ കമ്മിറ്റി അംഗം മഞ്ജു, നഴ്സ് ഷെറീഫ, തൻവീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട്ടിൽ സന്ദർശിച്ചത്. പതിവ് പരിശോധനകൾക്കൊപ്പം ബ്രസീലിന്റെ ജേഴ്സി കൂടി നൽകിയാണ് അവർ മടങ്ങിയത്. 2022 പാറയ്ക്കാമുകളിലെ ബിഗ് സ്ക്രീനിൽ ബ്രസീലിന്റെ മത്സരം കാണുമ്പോഴാണ് അമിതമായ രക്തസമ്മർദ്ദത്തെ തുടർന്ന് അക്ഷയ് കുഴഞ്ഞു വീണത്. കളി തോറ്റതിന്റെ നിരാശയിൽ അക്ഷയ് നിലത്ത് കിടക്കുകയാണെന്നാണ് സുഹൃത്തുക്കൾ കരുതിയത്. 2022 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ സ്ക്രീൻ വെച്ച് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേരെ. സമയത്ത് കളി ബ്രസീലും ക്രൊയേഷ്യയും തമ്മിലുള്ള കളി നടക്കുകയാണ്. ആ സമയത്ത് ബ്രസീൽ ആദ്യത്തെ ഗോൾ അടിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പടക്കം ഗുണ്ടൊക്കെ പൊട്ടിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു. രണ്ടാമത് ക്രൊയേഷ്യ ഗോൾ അടിച്ച് അവർ ജയിച്ചു. അപ്പത്തെ ഹൈ ആയിട്ട് പിന്നെ പ്രഷർ കയറി. അപ്പൊ തന്നെ ചെറിയ ഛർദില് പോലെ തോന്നണമെന്ന് പറഞ്ഞു. നേരെ അവിടെ പോയി കിടന്നിട്ട് ആ കിടപ്പങ്ങനെ കിടന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു 11 മണിയായപ്പോഴാണ് അറിയാം. പിള്ളേര് കളി കഴിഞ്ഞിട്ടുണ്ടായി. കുറച്ചുപേര് അവിടെ ഉണ്ട്, കുറച്ചുപേര് കളി കണ്ടിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ആ സമയത്ത് പണിക്കും പോയത്. ഞാൻ ആ വഴിക്കാണ് പോകുന്നത്. പണിക്ക് പോകുന്ന സമയത്ത് ഇവരവിടെ കിടപ്പുണ്ട്, ആരും അറിയാനുള്ള. ഞാൻ അവിടെ കിടന്ന് 11 മണിയായപ്പോൾ പറഞ്ഞു സ്ഥലത്ത് വിളിച്ച് അക്ഷയ് സുഖമുണ്ട് കിടക്കുന്ന നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞ് നേരെ റീനിങ് മെഡിസിനിലേക്ക് കൊണ്ടുപോയി. ഞാൻ കഴിഞ്ഞ പണി സ്ഥലത്തിന് അവിടെ നിന്ന് ഓടിച്ചെന്നിട്ട് ആള് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാറില്ല. അവിടെ ഒരു 7 മണി വരെ അവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞ് നേരെ അങ്ങനെ അത് കുറച്ച് ചികിത്സ കഴിഞ്ഞ് അങ്ങനെ നേരെ റീന മെഡിസിറ്റിയിലേക്ക് റീന അക്ഷയ് ഇവിടെ ആസ്റ്റർ മെഡിസിനിലേക്ക് ആസ്റ്റയെ കൊണ്ട് ആസ്റ്റർ അപ്പൊ തന്നെ ബ്ലഡൊക്കെ ബ്ലഡൊക്കെ വലിച്ചു കളഞ്ഞ് അങ്ങനെ 3-4 മാസത്തോളം നെല്ലിലേക്ക് തന്നെ പിന്നിപ്പോ ഇവിടം വരെ എത്തി. കളി പോണ്ട.